എല്ലാവർക്കും ആവശ്യമുള്ളത് ഒരേ സാധനങ്ങളല്ല. ഇപ്പൊ ഞാൻ ഇങ്ങനെ പ്രസംഗം പറയുന്നുണ്ടല്ലോ, 1 മിനിറ്റ് ഒരു പ്രസംഗം പറയാം, എല്ലാ ദിവസവും പറയുന്നുണ്ട് ഒരു ചെറിയ ടോക്ക്. ഇതില് എല്ലാവർക്കും ഇതിനകത്ത് എല്ലാം ആവശ്യമൊന്നും ഉണ്ടാവില്ല. ചിലവർക്ക് ചില കാര്യങ്ങളാണ് ആവശ്യമുള്ളത്, വേറെ ചിലവർക്ക് അതല്ല, വേറെ ചില കാര്യങ്ങളാണ് ആവശ്യമുള്ളത്. അത് അങ്ങനെ നമ്മൾ കേൾക്കണവർക്കും പറയണവർക്കും മനസ്സിലാക്കാൻ പറ്റണമെന്നുള്ളതാണ്. സുഭാഷിതങ്ങളുടെ പുസ്തകങ്ങളിലെ ആദ്യത്തെ ഒരു വചനമാണ് എന്ന് പറയുന്നത്. എന്തിനാണ് ഈ സുഭാഷിതങ്ങളുടെ പുസ്തകങ്ങൾ എഴുതപ്പെട്ടിട്ടുള്ളത്, അത് ആർക്ക് വേണ്ടിയാണ്, എന്തിനു വേണ്ടിയിട്ടാണ് എന്നുള്ളത് കൂടിയാണ് ആ വചനത്തിൽ പറയുന്നത്. അതൊന്നും നമ്മൾ ശ്രദ്ധിച്ചു കേൾക്കണം. സരള ഹൃദയർക്ക് വിവേകവും യുവജനങ്ങൾക്ക് അറിവും വിവേചനാശക്തിയും പ്രദാനം ചെയ്യാനും വിവേകി ശ്രദ്ധിച്ചു കേട്ട് അറിവ് വർദ്ധിപ്പിക്കാനും വേണ്ടിയാണ്. സരള ഹൃദയർക്ക് വിവേകമാണ് വേണ്ടത്. അതാണ് ഈ വചനത്തിലൂടെ ചിലവർക്ക് കൊടുക്കുന്നത്. ഇനി യുവജനങ്ങൾക്ക് അല്ലെങ്കിൽ വിവേകമുള്ളവർക്ക് അവർക്കത് ഇത് അറിവും വിവേചനാശക്തിയും, ഈ പറയുന്ന കാര്യങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വിവേചിച്ചറിയാൻ സാധിക്കണം. ഈ വിവേകിയോ അവരിത് ശ്രദ്ധിച്ചു കേട്ട് അവരുടെ അറിവ് വർദ്ധിപ്പിക്കുവാൻ. അപ്പം നമ്മൾ ഈ കേൾക്കുകയും കാണുകയും ചെയ്യുന്ന കാര്യങ്ങളിൽ നിന്ന് നമുക്ക് എന്താണ് ആവശ്യമുള്ളതെന്നുള്ള കാര്യത്തെക്കുറിച്ച് നമുക്കൊരു ബോധം ഉണ്ടാവും. അതിനകത്ത് പറയണ എല്ലാ കാര്യങ്ങളും നമ്മൾ എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് തിരിച്ചറിയാൻ കേൾക്കുന്നവർക്കും ശ്രോതാക്കൾക്കും കാണികൾക്കും സാധിക്കട്ടെ എന്നുള്ളതാണ്. എനിക്കെന്താണ് ആവശ്യമുള്ളത് എന്ന് തിരിച്ചറിയാൻ സാധിക്കട്ടെ. ഈശോ നമ്മളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കും.